ഹലോ ഗൈസ്, വെൽക്കം ടു ഡിസൈൻ ഹൈ സ്പീഡ് സ്റ്റോർ. അപ്പോൾ ഇന്ന് എപ്പിഡോസ് 6 ആണെന്ന് തോന്നുന്നു. എപ്പിഡോസ് ഞാൻ എപ്പോഴും മാർക്കും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്ന ടോപ്പിക്കാണ്, നോട്ട് ജസ്റ്റ് ഡിസൈൻ. വൈ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ഡിസൈൻ, ബട്ട് ഇറ്റ്സ് നോട്ട് ഫോർ ഓൺലി ഡിസൈനേഴ്സ്. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് പലർക്കും പല ഗോളുകൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ ഇയർ എൻഡൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ഗോൾ സെറ്റ് ചെയ്യും. ചില ആൾക്കാരൊക്കെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും, ഗോൾ സെറ്റ് ചെയ്യും, പ്ലാൻ ഉണ്ടാക്കും, പിന്നെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർ സക്സസ്ഫുൾ ആവാറില്ല. അത് സക്സസ്ഫുൾ ആവാത്തതിൻ്റെ കാര്യം അവർ ആ ഗോള് ആത്മാർത്ഥമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടൊന്നും ആയിരിക്കണം എന്നില്ല. അതിന് പല റീസൺസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മോട്ടിവേഷൻ ഇല്ലായിട്ടാന്നൊക്കെ ചില ആൾക്കാർ പറയും. അപ്പോൾ വേറെ ചിലർ പറയും മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഡിസിപ്ലിനാണ് നിങ്ങൾക്ക് വേണ്ടത്, ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാന്ന് പറയും. ആക്ച്വലി എന്തില്ലാത്തത് കൊണ്ടായിരിക്കാം അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നത്? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് കൺസിസ്റ്റൻസി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തോ ഒന്ന് മിസ്സിങ് ആയതുകൊണ്ടാണ്, ഒരു പസിൽ മിസ്സിങ് പീസ് ഉള്ളത് കൊണ്ടല്ലേ അത് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ആൻഡ് അതെന്താണെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് സിസ്റ്റം. അതാണ് സിസ്റ്റം. അപ്പോൾ എന്താ ഈ സിസ്റ്റം എന്നല്ലേ? സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഈ ഗോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വൺ ഡയറക്ഷനിലായിരിക്കും, അതിൽ ഒരു ലാർജർ സാധനമായിരിക്കും. പക്ഷെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്മോൾ ചങ്ക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത്, അതായത് നമ്മുടെ ആ ലാർജർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മോൾ ചങ്ക്സ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചങ്ക്സ് ഒരു പെർട്ടിക്കുലർ ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ടൈമിലോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ കൂടെയോ ഒരു ലൊക്കേഷനിലോ ടാഗ് ചെയ്ത് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മളത് ഫോളോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ആക്ച്വലി ഒരു മടിയനായ വ്യക്തിയാണ്. ഇഫ് സംബഡി ഗീവ് മീ ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് വെദർ ഷുഡ് ഐ ഡൂ ദിസ് ഓർ നോട്ട്, ഒരു വലിയ ഫൈറ്റ് നടക്കും എൻ്റെ ബ്രെയിനിൽ, അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. എന്നിട്ടേ ഞാൻ അത് ചെയ്യണോ വേണ്ടേ തീരുമാനിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അതായിരിക്കും ആ പ്രോക്രാസ്റ്റിനേഷൻ. പക്ഷേ പൊക്കോളും, എനിക്കൊരു ധൃതിയില്ല, പോകുന്നില്ല, വെറുതെ ഹോണടിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ബ്രെയിനിന് ഏറ്റവും കുറവ് എനർജി യൂസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് ബ്രെയിനിനെ ഏറ്റവും കുറവ് ഡിസിഷൻ എടുക്കാൻ പാകത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? നമ്മുടെ സ്ഥലം, സ്ഥലം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ, എന്തൊക്കെയാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ, ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ മുന്നേയും അതിൻ്റെ പിന്നെയുമുള്ള ആക്ടിവിറ്റി. ഈ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇമാജിൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുമല്ല, ഗോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 108 കിലോ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആക്ച്വലി എനിക്ക് 108 kg ഉണ്ടായിരുന്നു. എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം. 108 kg ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ 73 kg ആണ്. അപ്പോൾ എനിക്ക് 73 kg ആവണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ജിമ്മിൽ ചേരുന്നത് കൊണ്ടോ ഒരു പേഴ്സണൽ ട്രെയിനിങ് മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടോ എനിക്കത് കുറയില്ല. ഞാൻ കൺസിസ്റ്റൻ്റായി ഡിസിപ്ലിൻഡായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്യും? എന്നും ഒരാൾ എന്നെ പുഷ് ചെയ്യാൻ വേണമെന്നൊക്കെ പറയാറില്ലേ? ആ പുഷ് ചെയ്യാനുള്ള ആൾ നമ്മൾ പോലും അറിയാതെ നമ്മളാവുന്ന പരിപാടിയുടെ പേരാണ് സിസ്റ്റം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ എണീക്കാൻ ഞാൻ ലേറ്റ് ആവും. അപ്പോൾ എന്തുകൊണ്ടാണ് എണീക്കാൻ ലേറ്റ് ആവുന്നത്? രാവിലെ തണുത്തിരിക്കുമ്പോൾ പുതച്ച് കിടക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബിൽഡ് ചെയ്തൊരു സിസ്റ്റമാണ്. ഞാൻ സോക്സ് ഇട്ട് കിടക്കും, സ്വെറ്റർ ഇട്ട് കിടക്കും. രാവിലെ ആകുമ്പോൾ എനിക്ക് തണുപ്പ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഓൾറെഡി സോക്സ് ഇട്ടിട്ടാണല്ലോ കിടക്കുന്നത്. എൻ്റെ ജിമ്മിൻ്റെ ഷൂസ്, അതായത് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇടുന്ന ഷൂസ് ഇതിനടുത്ത് തന്നെ വെക്കും. ഫസ്റ്റ് തിങ് എണീറ്റ വഴിയെ ചെയ്യേണ്ടത്, ഇനി പല്ല് തേക്കുന്നതോ ടോയ്ലറ്റിൽ പോകുന്നതോ അല്ല, ഫസ്റ്റ് തിങ് ഈ ഷൂസ് ഇടുന്നതാണ്. ആൻഡ് ഓൾറെഡി അപ്പോൾ ഷൂസ് ഇട്ടാലും നമുക്കൊരു ഉറക്കക്ഷീണം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഷൂസ് ഇട്ടാലും ഒരു ഉറക്കത്തിൻ്റെ ഒരു പിച്ച് ഉണ്ടായിരിക്കും. ഇന്നലെ തന്നെ ഞാൻ കെറ്റിലിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് കെറ്റിൽ അവിടെ ഉണ്ട്, കോഫി പൗഡർ അവിടെ ഉണ്ട്, ഒരു ക്രാക്ക് വരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും ആ
സാഷയുടെ മുകളിൽ. അന്ന് ഞാൻ ചെറിയ സാഷേഴ്സ് ആയിരുന്നു വാങ്ങിയിരുന്നത്. സാഷയുടെ മുകളിൽ ക്രാക്ക് വരെ ഇട്ടിട്ടുണ്ടായിരിക്കും. വരുന്നു, ഇടുന്നു, കെറ്റിൽ ഓണാക്കുന്നു, ഷൂസ് ഇടുന്നു, പല്ല് വയ്ക്കുന്നു, തിരിച്ചു വരുന്നു, കെറ്റിലേക്ക് ഒഴിക്കുന്നു. ഞാൻ പല്ല് വെച്ച് വരുന്ന ടൈം കറക്റ്റ് 3 മിനിറ്റ് ആയിരിക്കും. അപ്പോഴേക്കും കെറ്റിൽ ബോയിലാവും. സിമ്പിൾ. ഇത്രയും എഫേർട്ട് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും വർക്കൗട്ട് ചെയ്തിരിക്കും. ആൻഡ് ഇത്രയും സാധനം നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തതല്ല, നമ്മൾ ആ ഉറക്കപ്പിച്ചിൽ സാച്ച് പോയി ചെയ്തതാണ്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ സിസ്റ്റം. ഫോക്കസിങ് ഓൺ സിസ്റ്റം റാദർ ദാൻ ഗോൾസ് വിൽ സ്റ്റേ യു കൺസിസ്റ്റൻറ്റ്. ബിക്കോസ് എന്തോ ഒരു വലുത് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു പോയിൻ്റിൽ പോലും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇഫ് യു ആർ ഫോളോയിങ് സിസ്റ്റം. ബിക്കോസ് എല്ലാം ചെറിയ ചെറിയ ചങ്കായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈവൺ ഓൺ ലോ എനർജി ഡേയ്സ്, ഇപ്പം നമ്മൾ ഈ ചെയ്ത ഈ ടാസ്ക് ഉണ്ടല്ലോ, ഇത്രയും ടാസ്ക് ഈസ് വെരി ഈസി ടു അച്ചീവ്. നേരെ മറിച്ച് 108 കിലോനുള്ള ഞാൻ 70 കിലോയിലേക്ക് എത്തിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് എണിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ പുതച്ച് കിടന്നുറങ്ങാൻ തോന്നും. എനിക്ക് തോന്നും, ബാക്കിയുള്ളവരുടെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതൊക്കെ ഇൻസ്പയർഡ് ആയത് അറ്റോമിക് ഹാബിറ്റ്സിൽ നിന്നാണ്. അപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നുണ്ട്, പ്രോഗ്രസ് ബിക്കംസ് മോർ സസ്റ്റൈനബിൾ വെൻ യു ഒപ്റ്റിമൈസ് ഫോർ ഐഡൻറ്റിറ്റി ആൻഡ് പ്രോസസ്, നോട്ട് ജസ്റ്റ് ഔട്ട്കംസ്, റിസൾട്ട് ആൻഡ് മൈൽ സ്റ്റോൺ. ഔട്ട്കം കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവം, റിസൾട്ട് മൈൽ സ്റ്റോൺ ഇടയിൽ നമ്മൾ വെച്ചിട്ടുള്ള സംഭവം, അത് മാറ്റി വെച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ പ്രോസസ്സ് ഇത് ഓറിയൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ പോഡ്കാസ്റ്റിൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറയുണ്ടായി, ഓർക്കുന്നുണ്ടോ? കണ്ടവരാണെങ്കിൽ കാണാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും ഞങ്ങൾ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക, പോയി കാണാൻ ശ്രമിക്കുക. ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ 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 സിമ്പിളായിട്ട് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനും ഒരു ഹാബിറ്റ് ക്വിറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇമാജിൻ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു പെർസോണ ഉണ്ടാക്കി, ഞാനൊരു വണ്ടിപ്രേമിയാണ്, ഞാൻ വണ്ടിയെ സ്നേഹിക്കുന്ന ആളാണെന്ന്. അങ്ങനെ ഒരു പെർസോണ ഉണ്ടാക്കിയാൽ എത്ര വലിയ കുഴി മടിയനാണെങ്കിലും അറ്റ്ലീസ്റ്റ് ടൈമോ എനർജിയോ എഫേർട്ടോ നിങ്ങളുടെ വണ്ടിയെ കഴുകാനും ടേക്ക് കെയർ ചെയ്യാനും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾ പാത്രം കഴുകാൻ മടിയുള്ള ആളാണെങ്കിൽ പോലും, അതായത് ഫുഡ് കഴിച്ച പാത്രം കഴുകാൻ മടിയുള്ള ആളാണെങ്കിൽ പോലും, നിങ്ങൾ ഈ പട്ടിയുടെ കാട്ടവും അതുപോലെ റോട്ടിൽ കൂടെ ഒക്കെ പോകുന്ന ടയർ നിങ്ങൾ ഉരച്ച് കഴുകും. അതാണ് ഐഡൻറ്റിറ്റിയുടെ പവർ. നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനാണെങ്കിൽ, നിങ്ങൾ നേരത്തെ എണീറ്റ്, ഏത് ഊളപ്പടമാണെങ്കിലും നേരത്തെ എണീറ്റ് നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോന് പോവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ബിക്കോസ് യു ഐഡൻറ്റിഫൈ ആസ് എ ലാലേട്ടൻ ഫാൻ. ആൻഡ് ലാലേട്ടൻ ഫാനിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് വേണം. അതിലൊന്നാണിത്. നിങ്ങളൊരു ജിം എന്തൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ബൈ ഡിഫോൾട്ട് നിങ്ങൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യില്ല. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഗിൽട്ട് അടിക്കും. ആ ഗിൽട്ടാണോ ആ വർക്കൗട്ട് ചെയ്യുന്നതാണോ കൂടുതൽ പെയിൻ എന്ന് ചോദിച്ചാൽ, ശരിക്കും ജിം റാറ്റ്സിനോട് ചോദിച്ചാൽ മതി, അവർ പറയും അളിയ ഗിൽട്ട് സഹിക്കാൻ പറ്റില്ല, വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പെയിനും ഇല്ല, പക്ഷെ ഗിൽട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഐഡൻറ്റിറ്റി. അതുപോലെ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൽ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയുടെ മുന്നെയോ പിന്നെയോ നിങ്ങൾ ടാഗ് ചെയ്യണം. വൈ? ബിക്കോസ് യു ആർ സ്റ്റാക്കിങ് എ ഹാബിറ്റ് ഓൺ ടോപ്പ് ഓഫ് അനദർ. നമ്മൾ പണ്ട് 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ എന്തോ പഠിച്ചിട്ടില്ലേ, ഈ മണി കിളിക്കുമ്പോൾ പട്ടിയുടെ വായിന്ന് ഡ്രൂളിങ് വരുന്ന കഥ. അതുപോലെയാണ്, വി ആൾവേസ് ആങ്കർ സംതിങ് വിത്ത് സംതിങ്. ആൻഡ് അങ്ങനെ ആങ്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈ ഡിഫോൾട്ട് നമ്മുടെ മസിൽ മെമ്മറി, നമ്മുടെ പ്രോപ്രിയോസെപ്ഷൻ, നമ്മുടെ ബ്രെയിനെല്ലാം അങ്ങ് തന്നെ ആങ്കർ ആയിട്ടുണ്ടാവും. ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ വഴി മറ്റേ ആക്ടിവിറ്റി നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.
ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് അസ്. ഈ ഹാബിറ്റ് സ്റ്റാക്കിങ്ങും ഈ ഐഡൻറ്റിറ്റിയും ഒക്കെ നല്ല സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ്, അതായത് ആസ് എ യു എക്സ് ഡിസൈനർ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസറിനെ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ചെയ്യിപ്പിക്കാൻ പറ്റും. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡാർക്ക് പാറ്റേൺ. അത് ഒരിക്കലും ഡാർക്ക് പാറ്റേൺ ആവരുത്. അത് എത്തിക്കലായിരിക്കണം, എത്തി നോക്കിക്കലാവരുത്. നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ. ഇതുപോലെ സിമ്പിളായിട്ട് അതുകൊണ്ട് തന്നെയാണ് ലൊക്കേഷൻ ഹാസ് എനർജി, ടൈം ഹാസ് മെമ്മറി എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് രണ്ടുമാണ് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ട ബേസിക് സാധനങ്ങൾ. ഇതെവിടെ ഞാൻ ഇവിടുന്ന് കേട്ട് ലൊക്കേഷൻ ഹാസ്, യെസ്, തിങ്ക് ലൈക്ക് എ മൊങ്കിൽ പറയുന്നുണ്ട്, ലൊക്കേഷൻ ഹാസ് എനർജി, ടൈം ഹാസ് മെമ്മറി. ബിക്കോസ് ഞാൻ പണ്ട് ചെയ്തിരുന്നൊരു തെറ്റാണ്, ഞാൻ ബെഡിലിരുന്ന് പഠിക്കുമായിരുന്നു. ബെഡിലിരുന്ന് പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഡ് പഠിക്കാനുള്ളതാണോ അതോ ഉറങ്ങാനുള്ളതാണോ എന്ന് ബ്രെയിനിന്, ഞാനിപ്പോൾ വന്നേക്കുന്നത് എന്തിനാണെന്നൊരു ഡൗട്ട് വരും ബ്രെയിനിന്. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കേട്ടോ. ഞാനിതിനെക്കുറിച്ച് കൂലങ്കഷമായിട്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളിലോട്ടല്ല ഞാൻ പോകുന്നത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ബ്രെയിനിന് ഒരു ഡിസിഷൻ എടുക്കണം, ഇവൻ വന്നേക്കുന്നത് കിടന്നുറങ്ങാനാണോ അതോ പഠിക്കാനാണോ എന്ന്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ബെഡിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറില്ല, അല്ലെങ്കിൽ എനിക്ക് കയറിയിരുന്നില്ല തലയിൽ. ബിക്കോസ് ഞാൻ വിചാരിക്കും ഓക്കെ ഇതെന്തോ ഉറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ അങ്ങനെ പോവും. നേരെ മറിച്ച് നിങ്ങൾക്ക് കിടക്കാൻ മാത്രമായിട്ടൊരു സ്പേസും നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമായിട്ടൊരു സ്പേസും, ആൻഡ് ആ സ്പേസിൽ നിങ്ങൾ ഫുഡ് കഴിക്കില്ല, പഠിക്കില്ല, സിനിമ കാണില്ല, ആ സ്പേസ് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ നിങ്ങളവിടെ വന്നിരുന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല. യുവർ ബ്രെയിൻ വിൽ ടെൽ പോയി പഠിക്കടാന്ന്. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യാതിരുന്ന് നോക്കൂ. അതുപോലെ ബെഡിൻ്റെ അടുത്ത് ബുക്സ് വെച്ച് നോക്കൂ. ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിൽ 2 ബെഡ്റൂമാണ്, 2 BHK ആണ്. ഒരു ബെഡ്റൂം ആക്ച്വൽ ബെഡ്റൂം, മറ്റേ ബെഡ്റൂം ഫോക്കസ്ഡ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ്. അതായത് ആ ബെഡ്റൂമിൽ കിടന്ന ദിവസം ഞാൻ 5:30 എണീക്കും, മറ്റത് ഞാൻ 6-6:15 ആകുമ്പോൾ എണീക്കുള്ളൂ. ആൻഡ് ആ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഐ വിൽ ബി മോർ പ്രൊഡക്റ്റീവ്. ബിക്കോസ് എൻ്റെ രാവിലെകളും എൻ്റെ ഈവനിങ് കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കും. ആൻഡ് ആ സിസ്റ്റം ആ ബെഡിൽ വന്നാലും ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ആക്ച്വലി തിരുവനന്തപുരത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് തന്നെ ആക്ച്വലി ഐ മീൻ മൈ ഹോളിഡേയ്സ്, വെക്കേഷനിലാണ് ട്രാവൽ ചെയ്യുന്നത് തന്നെ ആ സിസ്റ്റത്തിലോട്ട് വീണ്ടും പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സണൽ വർക്ക് ഫ്ലോയും അതുപോലെ ക്രിയേറ്റീവ് വർക്ക് ഫ്ലോ ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഡിസൈൻ പോലെ തന്നെയാണ്. യു ഇൻറ്റൻഷനലി റിമൂവ് ദ ഫ്രിക്ഷൻസ്. നിങ്ങളുടെ ഗോളിൽ നിന്ന് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഫ്രിക്ഷനുകളും റിമൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങളൊരു ചെക്കൗട്ട് ഫ്ലോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ യൂസർ അങ്ങോട്ട് പോയി, യൂസർ ഇങ്ങോട്ട് പോയി, യൂസറിന് അങ്ങനെ പ്രശ്നമായി ഇങ്ങനെ പ്രശ്നമായി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് യൂസറിനെ ഒരു സ്ട്രെയിറ്റ് പാത്തിലേക്ക് ആക്കില്ലേ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്താൽ യു വിൽ ബി സക്സസ്ഫുൾ. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഇന്ന് ആർക്കിടെക്ചർ ഇൻഡസ്ട്രിയിൽ ലാക്ക് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവർ ക്ലയൻറ്റിനായിട്ട് സംസാരിക്കുമ്പോൾ ക്ലയൻറ്റിന് എന്ത് വേണമെന്ന് ചോദിക്കുക, ക്ലയൻറ്റിൻ്റെ ലാർജർ ഗോൾ എന്താണെന്ന് ചോദിക്കില്ല. ക്ലയൻറ്റ് പറയുക എനിക്ക് റൂമിൽ TV വേണമെന്നും പറയാണ് നമ്മുടെ അടുത്ത്. എന്നിട്ട് ക്ലയൻറ്റ് ടീച്ചറുടെ അടുത്ത് പോയി പറയാണ്, മകൻ്റെ ടീച്ചറുടെ അടുത്ത് പോയി പറയാണ് എൻ്റെ മോന് നല്ല മാർക്ക് വേണമെന്ന്. എൻ്റെ മകന് നല്ല മാർക്ക് വേണമെന്നും അവൻ അക്കാഡമിക്കലി ഫോക്കസ്ഡ് ആവണമെന്നും നിങ്ങൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ഡിസൈൻ യുവർ റൂം ഇൻ സച്ച് എ വേ ദാറ്റ് ആ കുട്ടി അവിടെ വരുമ്പോൾ തന്നെ പഠിക്കും. ആൻഡ് ഈ സിസ്റ്റത്തിനൊരു പ്രത്യേകത ഉണ്ട്. എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ കുറേ ഹാബിറ്റ് ട്രാക്കിംഗ് ആപ്പും അതുപോലെ ജേർണലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് മോർ ദാൻ ഇറ്റ് ഹെൽപ്സ് ഇറ്റ് ഈസ് അൺനെസസറിലി ക്രിയേറ്റിംഗ് എ ഫ്രിക്ഷൻ. ഇതിൽ രേഖപ്പെടുത്തുന്ന നേരം മതി 2 കാര്യം അവിടെ അധികം ചെയ്യാൻ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈവൻ നോഷനെ കുറിച്ച് അങ്ങനെ ഒരു ഐ ഫോളോ ലോട്ട് ഓഫ് നോട്ട് ടേക്കിംഗ് മെത്തഡോളജീസ് ആൻഡ് ഐ ആം എ ഫാൻ ഓഫ് സെക്കൻഡ് ബ്രെയിൻ, തിയാഗോ ഫോർട്ടെ. യെസ്, തിയാഗോ മച്ചാൻ്റെ ഫ്രെയിം വർക്കാണ് സെക്കൻഡ് ബ്രെയിൻ. അപ്പോൾ പക്ഷേ ഈ ടൂൾസിൻ്റെ അതിപ്രസരം കാരണേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഫ്രിക്ഷൻ കൊണ്ടുവരിക ചെയ്യുന്നത് മോർ ദാൻ ആക്ച്വൽ നോട്ട് ടേക്കിംഗ്.
ആൻഡ് ഇതും അതുപോലെ തന്നെ ഞാൻ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്, എനിക്കറിയാം, സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതും റൂം വൃത്തിയാക്കലും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഡിസൈനർ ആണെങ്കിൽ 100% ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് റൂം വൃത്തിയാക്കാൻ ഒരു മുട്ടൽ വരും. റൂം വൃത്തിയാക്കാൻ തോന്നും. അത് അങ്ങനെ കിടക്കുകയാണല്ലോ, ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ട് നല്ല സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാൻ നിങ്ങളിരുന്ന് ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഇന്ന് ഞാനിത് ചെയ്തു, ഇനി നാളെ വിചാരിച്ച് നിങ്ങൾ പോവും. ദാറ്റ് ഈസ് പ്യുവർ പ്രൊക്കാസ്റ്റിനേഷൻ. അതുപോലെ തന്നെയാണ് നിങ്ങൾ നോട്ട് ടേക്കിംഗ് ആപ്പുകളും നിങ്ങൾ സിസ്റ്റംസും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതും. എന്നിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുന്നതിന് പകരം അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കരുതുന്നത്. സോ ഈ സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാവും. ഫോർ ദ സേക്ക് ഓഫ് ക്രിയേറ്റിംഗ് എ സിസ്റ്റം, ഡോണ്ട് ക്രിയേറ്റ് എ സിസ്റ്റം. ട്രൈ ടു ക്രിയേറ്റ് എ സിസ്റ്റം ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. അന്ന് ആ സിസ്റ്റത്തിൽ ചെക്ക് വരുത്തുക. അതായത് ഇപ്പോൾ നിങ്ങൾ 2 months കൂടുമ്പോഴോ 1 month കൂടുമ്പോഴോ ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ട് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ആൻഡ് നിങ്ങൾ ജഡ്ജ്മെൻറ്റിലാവരുത്. ജഡ്ജ്മെൻറ്റിലായ കയ്യിൽ നിന്ന് പോവും. നമുക്ക് തോന്നും ഓക്കെ ഞാനൊന്നും ചെയ്യുന്നില്ല, ആ പ്രശ്നമാണെന്നൊക്കെ. അത് മാത്രമല്ല, വേറൊരു പ്രശ്നമാണ്, ഓൾറെഡി ഞാൻ മുഞ്ചി, ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ചയ്ക്ക് തുടങ്ങാം, അല്ലെങ്കിൽ എന്തായാലും മുഞ്ചി, ഇനി നെക്സ്റ്റ് സൈക്കിളിൽ പിടിക്കാം, അങ്ങനൊരു തോട്ടും നമുക്ക് വരും. അപ്പോൾ ജഡ്ജ്മെൻറ്റിലാവരുത്. ബ്രേക്കായി എന്ന് പറയുമ്പോൾ ഒരു ലൈൻ പൊട്ടിയ പോലെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ വിഷ്വലി ഇങ്ങനെ ഒരു ലൈനാണ്, അത് പൊട്ടി, ഇനി ആദ്യത്തിൽ നിന്ന് തുടങ്ങുന്നത് നെക്സ്റ്റ് മൈൽ സ്റ്റോണിൽ നിന്ന്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതങ്ങനെ പൊട്ടിക്കോട്ടെ, നമ്മൾ പിറ്റേ ദിവസം ഈ സിസ്റ്റം ഫോളോ ചെയ്യുക. സിസ്റ്റം ഫോളോ ചെയ്യൽ മാത്രമായിരിക്കണം നമ്മുടെ മെയിൻ അജണ്ട. ഗോളിനെ കുറിച്ച് അധികം ചിന്തിക്കരുത്. ഗോളിനെ കുറിച്ച് ചിന്തിച്ചാൽ കയ്യിൽ നിന്ന് പോകും. ആൻഡ് സെലിബ്രേറ്റിംഗ് സ്മോൾ വിൻസ് എസെൻഷ്യലാന്ന് പറയും. പക്ഷേ ഞാൻ പറയും, ഒരുപാടങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഫോർഗെറ്റ് അബൌട്ട് ടുഡേസ് സിസ്റ്റം. ആൻഡ് നിങ്ങൾ ഭയങ്കര പ്രൗഡായിരിക്കും, യു ഓൾറെഡി സെലിബ്രേറ്റഡ് എ ലോട്ട്. സോ എന്തായാലും ഇത്രയൊക്കെ എത്തിയില്ലേ. ഈ സെയിം സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് നല്ല വർക്കൗട്ട് ചെയ്ത ദിവസം ജങ്ക് കഴിക്കാൻ തോന്നുന്ന പരിപാടി. ഞാൻ ഇത്രയൊക്കെ പണിയെടുത്തല്ലേ, ഇന്ന് കുറച്ച് കഴിക്കാൻ തോന്നും. ആക്ച്വലി ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും ഇതെല്ലാം കണക്റ്റഡ് ആണ്. ദർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ദാറ്റ് ഐ ഫോളോ ഓൺ ഇൻസ്റ്റഗ്രാം. പുള്ളിക്കാരത്തി ജിമ്മിൽ പോയി എന്നോ വർക്കൗട്ട് ചെയ്തു എന്നല്ല പറയുക, ഐ ഷോ അപ്പ് എന്നാണ് പറയുക. ഈ ഷോ അപ്പിനൊരു പ്രത്യേകത ഉണ്ട്. ആ സിസ്റ്റം ഷോ അപ്പ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്, റാദർ ദാൻ you actually achieved your goal. So by shifting attention from outcome to system, you can get a practical framework. ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് പല സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈവൺ നിങ്ങൾക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വരെ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യാം. അത് ഞാൻ വെറുതെ പറയുന്നില്ല, അതിൻ്റെയൊക്കെ എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ ജങ്ക് കഴിക്കുന്നത് കുറയ്ക്കണോ? നിങ്ങളൊരു ബോർഡിൽ നിങ്ങൾ എത്ര ജങ്ക് കഴിച്ചു എന്നുള്ളതിൻ്റെ ഒരു ജങ്കോമീറ്റർ ഉണ്ടാക്കി വെക്കുക. അതായത് ഒരു സ്റ്റിക്കി നോട്ട്സ് വെക്കുക ഫ്രിഡ്ജിൻ്റെ മുകളിൽ. നിങ്ങൾ ജങ്ക് കഴിക്കുന്നുണ്ടെന്ന് എടുക്കുക, നിങ്ങൾ കഴിച്ച ജങ്ക് അവിടെ ഇങ്ങനെ എഴുതി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിക്കണ്ടെന്നല്ല, കഴിച്ച ജങ്ക് നോട്ട് ചെയ്ത് വെക്കുന്നത് സിസ്റ്റമാക്കുക. വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ സിസ്റ്റത്തിൽ ഒരു സാധനം കൊണ്ടുവരാനാണ് നമുക്ക് അധികം പറ്റുക. ഒരു സാധനം ചെയ്യാതിരിക്കണമെങ്കിൽ അതിന് പകരം നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. ചെയ്യാതിരിക്കാനൊരു സിസ്റ്റം ഇല്ല. Either you should replace something. You can't destroy a habit. You can only replace a habit. Energy എങ്ങനെയാണ്? Neither create nor destroy. Creativity എങ്ങനെയാണ്? You can't create something. You have to use something and transform into something else. ലോക തത്വമാണത്. അപ്പോൾ നിങ്ങൾക്ക് ജങ്ക് കഴിക്കുന്നത് നിർത്തണോ? നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു ബോർഡ് വയ്ക്കുക, എന്നിട്ട് ജങ്കോമീറ്റർ വയ്ക്കുക. ജങ്കോമീറ്റർ എന്ന് പറഞ്ഞാൽ ജങ്ക് കഴിക്കുമ്പോൾ ഒരു വരയിടുക. നിങ്ങളൊരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗിൽട്ട് അടിക്കും, സൂപ്പർ ഗിൽട്ട് അടിക്കും, ഇത്ര കഴിച്ചു. മറ്റേ നമ്മൾ മറക്കുകയാണ്. ഇതിനൊരു എക്സാമ്പിൾ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നത്, ഈ എന്തിൻ്റെയെന്ന് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ആണോ വാട്ടർ ആണോ എന്ന് ഞാൻ മറന്നു. അതിൻ്റെ റീഡിങ് വെച്ചേക്കുന്ന മീറ്റർ അവർ എല്ലാവരും ഇരിക്കുന്ന ഒരു റൂമിലോട്ട് മാറ്റിയപ്പോൾ അതിൻ്റെ യൂസേജ് കുറഞ്ഞു. അതായത് റിയൽ ടൈം നമുക്ക് കാണാൻ പറ്റുകയാണ് എത്ര യൂസ് ചെയ്തു എന്ന്. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ബാലൻസ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് ബാങ്കിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കുറയാറുണ്ട്. അതായത് അനാവശ്യമായിട്ട് ചിലവാക്കുന്നത് കുറയും. കാരണം ഓരോ സെക്കൻഡിലും നമ്മൾ അറിയാണ് നമുക്ക് ബാലൻസ് എത്ര ഉണ്ട്. നേരെ മറിച്ച് അതില്ല നമ്മുടെ കയ്യിലല്ലെങ്കിൽ നമ്മളൊരു പ്ലൻറ്റി ഉള്ള പോലെ ചിലവാക്കും. ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആവും.
അയ്യോ മൂഞ്ചിലോ എന്ന് വിചാരിക്കും. ദീസ് ആർ ഓൾ കണക്റ്റഡ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. നല്ല രസട്ടെ റോഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ആ വയട്ടാവളിയും കാണിച്ചുകൊണ്ടോ ടിഷ്യൂ പേപ്പറൊക്കെ പുറത്തേക്ക് ഇടുക, ഓറഞ്ചിൻ്റെ തൊലി, അതങ്ങനെ കുറേ ആൾക്കാർ. 6 മണിയായി. അധികം പ്രസംഗിയാവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.